ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് രേവതി ഒരു കത്തെഴുതുകയാണ് കേട്ടോ. ഈ കത്താണെങ്കിൽ ബാലചന്ദ്രൻ്റെ കയ്യിലായിരിക്കുമേ എത്തിപ്പെടുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ ആരാ അലീനയ്ക്ക് കത്തെഴുതാൻ എന്നാലോചിച്ച് ആ കത്തൊന്ന് പൊട്ടിച്ച് വായിക്കുകയാണ് കേട്ടോ. പക്ഷേ ആ ഒരു നിമിഷം എല്ലാ സത്യങ്ങളും ഇത്രയും നാളും മൂടി വയ്ക്കപ്പെട്ട ആ ഒരു സത്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രൻ്റെ മുൻപിൽ തുറക്കപ്പെടുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ മനസ്സിലാക്കുകയാണ്, തൻ്റെ ഭാര്യയ്ക്ക് അവിഹിതത്തിലുണ്ടായ ഒരു കൊച്ചാണ് അലീനയെന്നും തൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളതും എന്നൊക്കെ മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ ആകെ തകർന്നു പോകുകയാണ് കേട്ടോ. ഇത്രയും നാളും എന്നെയും എൻ്റെ മക്കളെയും അവൾ പറ്റിക്കുകയാണോ? ഇതൊക്കെ സത്യമാണോ? ഈശ്വര, ഇതൊന്നും സത്യമായിരിക്കില്ലേ? എൻ്റെ വിശ്വാസം പാടെ തെറ്റിപ്പോകുകയാണല്ലോ. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇതൊക്കെ എന്നിങ്ങനെ ആലോചിച്ച് ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. ഇത്രയും നാളും മനസ്സറിഞ്ഞ് സ്നേഹിച്ച തൻ്റെ ഭാര്യ തന്നെ വഞ്ചിക്കുകയാണെന്നറിഞ്ഞ ആ ഒരു നിമിഷം ബാലചന്ദ്രൻ അങ്ങ് ഇല്ലാണ്ടായി പോവുക തന്നെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് അലീനയ്ക്ക് ഈ കത്ത് കൈമാറുന്നുണ്ടേ. അപ്പോൾ ആ കത്തിങ്ങനെ പൊട്ടിച്ചതായി കാണുമ്പോൾ അലീന ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അല്ല നിനക്ക് ഇതിപ്പോൾ ആരാ കത്തയച്ചത് എന്നുള്ള ഒരു ഇതിൽ ഞാൻ നോക്കിയെന്നേ ഉള്ളൂ. ആ കത്തിലുള്ളതൊക്കെ സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാരാ ഈ രേവതി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ സ്നേഹസദനത്തിലുണ്ടായിരുന്നത്. ഞാനെടുത്ത് വളർത്തിയതാ എൻ്റെ അനിയത്തിക്കുട്ടിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പോൾ അവൾ അങ്ങ് മാമച്ചൻ്റെയും അതുപോലെ തന്നെ ബ്രിജിതാമ്മയുടെയൊക്കെ അടുക്കലാ. അവിടെയാണെങ്കിൽ അവൾ സന്തോഷത്തോടെ കഴിയുകയാണ്. അവളെ പൊന്നു പോലെയാണ് അവർ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴും അലീനയുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുള്ളൂ, ഈ കത്തിലുള്ള കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ വിശ്വസിക്കരുതേ. അതുപോലെ തന്നെ ഈ കത്തിൽ വേറൊരു കാര്യവും, അതായത് തൻ്റെ അമ്മയെക്കുറിച്ചോ തന്നെക്കുറിച്ചോ ഇവിടെ എത്തിപ്പെട്ടതിനെക്കുറിച്ചോ ഒന്നും ഉള്ളൊരു കാര്യങ്ങളും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും കേട്ടോ അലീന ആ കത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറയാണ്, അതൊക്കെ ശരി, നീ ഈ കത്തൊന്ന് വായിച്ചേ, ഇവിടെ വെച്ച് എൻ്റെ മുൻപിൽ വെച്ച് തന്നെ നീ ഈ കത്ത് വായിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നിവൃത്തിയില്ലാതെ ആ കത്ത് തുറന്ന് നമ്മുടെ അലീനയാണെങ്കിൽ കത്ത് വായിക്കുകയാണ്. കത്ത് വായിക്കുമ്പോൾ ഒരു വിറയലോടുകൂടി ആയിരിക്കും കേട്ടോ അലീന അത് വായിക്കുന്നത്. അലീനയുടെ കയ്യിൽ നിന്നും അത് വഴുതി പോകുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. കാരണം ചേച്ചിക്കുട്ടീനെ അമ്മ തിരിച്ചറിഞ്ഞോ? ചേച്ചിക്കുട്ടിയെ പോലെ തന്നെ അമ്മ സുന്ദരിയാണോ എന്നൊക്കെ ആ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വൈജയന്തി മേഡം ചേച്ചിയെ തിരിച്ചറിഞ്ഞോ? ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ കത്തിലുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ അലീനയെക്കുറിച്ചും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാനിട്ടോ രേവതി. കുറേ നാളുകൾക്ക് ശേഷം കത്തെഴുതുന്നതായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ആകെ സങ്കടത്തോടുകൂടി, പേടിയോടുകൂടി, ഭയത്തോടുകൂടി ആയിരിക്കും നമ്മുടെ അലീന വായിക്കുന്നത്. അലീനയുടെ ഓരോ വാക്കുകളിലും നമ്മുടെ ബാലചന്ദ്രൻ്റെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അലീന. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാ, എനിക്ക് അപ്പോഴേ സംശയം തോന്നിയിരുന്നു, ഇവിടെ എങ്ങും ഹോം നേഴ്സിനെ കിട്ടാഞ്ഞിട്ടാണോ അങ്ങ് തിരുവനന്തപുരത്തുനിന്ന് എൻ്റെ അമ്മായച്ചൻ ഹോം നേഴ്സിനെ കൊണ്ടുവരാൻ പോകുന്നത്? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ. അത് എൻ്റെ അമ്മായച്ചനായതുകൊണ്ട് പറയുന്നതല്ല, ആർക്കും ഒരു സഹായം ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള ആൾ നിന്നെ അവിടം വരെ അവിടം വരെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നു, പിന്നെ നിന്നെ സ്നേഹത്തോടെ പരിചരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എന്തായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി. എന്തായാലും ഇത്രയും നാളും എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. ഇത്രയും നാളും ഞാൻ സ്നേഹിച്ച എൻ്റെ സ്നേഹത്തിന് ഒരു വിലയും ആരും തന്നില്ലല്ലോ. എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ മനസ്സ് വേദനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ആ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അലീന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേന് വേണ്ട പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ കൊണ്ടുപോകും. അലീനയോട് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അലീനയാണെങ്കിൽ ചായയൊക്കെ ആയിട്ടായിരിക്കും വന്നിരുന്നത്. ആ ചായയും എടുത്തുകൊണ്ട് പോകാനായിരിക്കും ബാലചന്ദ്രൻ പറയുന്നത്. അങ്ങനെ ആ ചായയുമായിട്ട് അലീന അങ്ങനെ പോകുകയാണ് കേട്ടോ. നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശി ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയാണ്. ഇതെന്താ മോളെ കയ്യിൽ? അത് പിന്നെ ഇത് എൻ്റെ അനിയത്തിക്കുട്ടിയുടെ കത്താ. അനിയത്തിക്കുട്ടിയോ? ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടില്ലേ അങ്ങ് സ്നേഹസദനത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രേവതിയെക്കുറിച്ച്, അവൾ എഴുതിയ കത്താ എന്നൊക്കെ പറയാൻ കേട്ടോ. അല്ല മോളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പോൾ ആ രേവതി എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ബ്രിജിതാമ്മയുടെയും അതുപോലെ തന്നെ മാമച്ചൻ്റെയൊക്കെ അടുക്കലാണെന്നും അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അവൾക്ക് പരമസുഖമാണെന്നും അവൾ പൊന്നു പോലെയാണ് നോക്കുന്നതെന്നും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
പറയാൻ കേട്ടോ. എങ്കിലും മോളുടെ മുഖത്ത് എന്തോ ഒരു വിഷമോ സങ്കടമൊക്കെ ഉണ്ടല്ലോ, രേവതിക്കുട്ടിയെ കാണാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ കത്ത് വന്നെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു പ്രയാസം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ എൻ്റെ അടുക്കൽ ഇങ്ങനെ ചെന്ന് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ അലീനയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് ബാലചന്ദ്രൻ അവിടെ കുഴഞ്ഞു വീഴുന്നതായിട്ട് കാണുന്നത്. പെട്ടെന്നാണ് അലീന ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് തളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ബോധമൊക്കെ വരുന്നുണ്ട്, വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു മൈനർ അറ്റാക്ക് ആയിരിക്കും കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനെ കൂട്ടി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ടാക്സിയൊക്കെ വിളിച്ച് പോകുകയാണ്. ആ ഒരു സമയത്ത് അവിടെ വൈജയന്തിയും കുട്ടികളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഇപ്പോൾ കൊണ്ടുവന്നത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി. എന്തായാലും ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ഇനി ഷോക്കാകുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, അറിയിക്കാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ അലീനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. സത്യങ്ങൾ അറിഞ്ഞതിൻ്റെ ആ ഒരു ഷോക്കിലാണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ. പിന്നെ അവിടേക്ക് വൈജയന്തിയും മക്കളും ഒക്കെ എത്തുന്നുണ്ട് കേട്ടോ. അവരെല്ലാം തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴും അലീനയായിരിക്കും കേട്ടോ നമ്മുടെ ബാലചന്ദ്രനെ കൂട്ടിയിരിക്കുക. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ബാലചന്ദ്രനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയും അങ്ങനെ ബാലചന്ദ്രനെ കെയർ ചെയ്യുന്നതൊക്കെ അലീനയായിരിക്കുമേ. ഇതൊക്കെ കണ്ടിട്ട് വൈജയന്തിക്കത്തൊക്കെ ഇങ്ങ് പിടിക്കണില്ല കേട്ടോ. പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന ബാലചന്ദ്രനാണെങ്കിൽ വേറൊരു മനുഷ്യനായിട്ടായിരിക്കും കേട്ടോ എത്തുന്നത്. അതായത് അലീനേനെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ കാണുകയാണ്. കാരണം അവരുടെ ഉള്ളിലെ നന്മയും സ്നേഹവും ഒക്കെ ബാലചന്ദ്രൻ ആ ഒരു ഹോസ്പിറ്റൽ വാസത്തിലൂടെ തന്നെ തിരിച്ചറിയാണ് കേട്ടോ. അതുപോലെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബാലചന്ദ്രനെ കെയർ ചെയ്ത അലീനയെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം അലീനയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അലീനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് വൈജയന്തിക്ക് അതങ്ങ് പിടിക്കണില്ലായേ. വൈജയന്തി വേറൊരു തരത്തിലേക്ക് ആ ബന്ധത്തെ കൊണ്ടെത്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ തീരുമാനിക്കുകയാണ്, എന്നെ ഇത്രയും നാളും ഇവൾ അടിച്ചമർത്തി ഇവിടെ ഇട്ടിരിക്കുകയല്ലായിരുന്നു, എൻ്റെ വാക്കിനൊരു വിലയുമില്ല, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇനിയിപ്പോൾ എൻ്റെ ശബ്ദം ഇവിടെ ഉയരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജയന്തിക്ക് കണക്കിന് കൊടുക്കുന്നു കേട്ടോ ബാലചന്ദ്രൻ. ഈ ഒരു സമയത്ത് ദീപ്തിക്ക് ആണെങ്കിലും ഒരുപാട് അസൂയൊക്കെ തോന്നാൻ കേട്ടോ. തൻ്റെ അച്ഛൻ മറ്റൊരു പെൺകുട്ടിയെ ഇത്രയധികം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കാണെങ്കിലും മനസ്സിലൊരു കുശുമ്പൊക്കെ തോന്നുകയാണേ. ഈ ഒരു സമയത്തൊക്കെ വൈജയന്തിക്കാണെങ്കിൽ അലീനയോടുള്ള ദേഷ്യം കൂടിക്കൂടി വരികയാണ് കേട്ടോ. ബാലചന്ദ്രൻ എത്രത്തോളം നമ്മുടെ അലീനയെ സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം വൈജയന്തി വെറുത്തുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ അതൊന്നും വകവയ്ക്കുന്നില്ല കേട്ടോ. അലീനയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ. അലീനയും ചിന്തിക്കുകയാണ്, പെറ്റമ്മയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ എന്നെ അറിയാഞ്ഞിട്ടായിരിക്കും, എങ്കിലും എന്നോട് ഒരു നല്ല വാക്ക് പോലും പറയാതെ സ്വന്തം മകളെ മറ്റൊരാളുടെ കൂടുതൽ അച്ഛൻ്റെ പ്രായമുള്ള അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാളുമായിട്ട് ചേർത്ത് അപവാദം പറയുന്ന ഈ അമ്മയേക്കാൾ എത്രയോ വലുതാണ് ഈ ഒരു അച്ഛൻ എന്നൊക്കെ ചിന്തിച്ച് ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം കൂടി ബാലചന്ദ്രന് കൊടുക്കുകയാണ് കേട്ടോ അലീന. അങ്ങനെയായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡുകൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡുകളുടെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.